യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് പുതിയൊരു പ്രഭാത വചനധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക വചനചിന്തയിലൂടെ കടന്നു പോകാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചല്ലോ. ഇന്നലെ നമ്മൾ ചിന്തിച്ചതായ വേദഭാഗത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള ചിന്തയിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചു, അബ്രഹാം ദൈവസന്നിധിയിൽ സോദോമിനും ഗോമറയ്ക്കും വേണ്ടി മധ്യസ്ഥ അണയ്ക്കുക. കാരണം ദൈവം സോദോമിനെയും ഗോമറയും അവരുടെ പാപനിമിത്തം, അവരുടെ ദുഷ്പ്രവർത്തികൾ നിമിത്തം നശിപ്പിക്കുവാൻ തീരുമാനിക്കുന്നു. എന്നാൽ അബ്രഹാം തൻ്റെ സഹോദരപുത്രനായ ലോത്തും തൻ്റെ കുടുംബത്തെക്കുറിച്ച് മാത്രമല്ല കൺസേൺ ആയിരിക്കുന്നത്, മറിച്ച് ആ സൊദോം ഗോമറയിൽ താമസിക്കുന്ന ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ടവരായ മനുഷ്യരെ ഓർത്തുകൊണ്ട് അവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ മധ്യസ്ഥ അണച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതേ ദൈവത്തിൽ നിന്നും ഒരു സാധ്യത അവൻ പ്രതീക്ഷിക്കുന്നു, ആ പട്ടണത്തെ ഈ നാശത്തിൽ നിന്നും വിടുവിക്കുവാൻ. ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ നിങ്ങളോട് പറഞ്ഞല്ലോ, നമ്മൾ ഒരിക്കലും ന്യായവിധിക്ക് വേണ്ടിയല്ല പ്രാർത്ഥിക്കേണ്ടത്. ഒരു ദേശം നശിക്കുവാനോ ഒരു വ്യക്തി നശിക്കുവാനോ ഒന്നും അല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. നമ്മുടെ പ്രാർത്ഥന അവർ ദൈവത്തെ അറിയുവാൻ, അവർ രക്ഷ പ്രാപിക്കുവാൻ, നിത്യനാശത്തിൽ നിന്നും അവർ രക്ഷ പ്രാപിപ്പാൻ നമ്മളെപ്പോഴും പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. കാരണം നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും മനുഷ്യരെയും നമ്മൾ സ്നേഹിക്കും. കാരണം ദൈവം നമ്മെ സ്നേഹിച്ചു, അതുപോലെ തന്നെ നാമും ദൈവത്തെ സ്നേഹിക്കണം. ദൈവം ലോകത്തിലുള്ള എല്ലാവരെയും സ്നേഹിക്കുന്നു, അതുപോലെ നാമും എല്ലാവരെയും സ്നേഹിക്കണം. ശ്രദ്ധിക്കുക, ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നു, പക്ഷേ ദൈവം മനുഷ്യൻ്റെ പാപത്തെ വെറുക്കുന്നു. അതാണ് വ്യത്യാസം എന്ന് പറയുന്നത്. എന്നാൽ ദൈവം എന്താണ് ഇന്ന് പരിശ്രമിക്കുന്നത്? മനുഷ്യനെ അവൻ്റെ പാപങ്ങളിൽ നിന്ന് വിടുവിക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. എന്നാൽ ആ ഒരു ലക്ഷ്യത്തിൽ നിന്നും മനുഷ്യൻ വ്യതിചലിച്ചു മാറുമ്പോൾ ദൈവത്തിൻ്റെ കോപം അവരുടെ മേൽ ജ്വലിക്കുന്നു എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അതേ ജലപ്രളയത്തിലൂടെ ലോകത്തെ മുഴുവനും ആളുകളെ ദൈവം നശിപ്പിച്ചു. അതേപോലെ തന്നെയാണ് ഇവിടെ സൊദോം ഗോമറയെ ദൈവം നശിപ്പിക്കുന്നത്. കാരണം ജനത്തിൻ്റെ പാപം, അതേ അവർ മാനസാന്തരപ്പെടാത്തതുകൊണ്ട്, അവർ ദൈവത്തെങ്കിലേക്ക് തിരിയാത്തതുകൊണ്ട് ദൈവം അവരെ തീർച്ചയായിട്ടും നശിപ്പിക്കും. പക്ഷേ ഏതൊരു നാശവും ദൈവം ചെയ്യാൻ പോകുമ്പോൾ അതിന് മുമ്പായിട്ട് ദൈവം തൻ്റെ ആളുകളെ, തൻ്റെ ഭൃത്യന്മാരെ ആ ജനത്തിൻ്റെ ഇടയിലേക്ക് പറഞ്ഞയക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ദൈവം നോഹയെ അയച്ചു, അതുപോലെ ദൈവം യോനെ അയച്ചു നിനവയിലേക്ക്. ഇവിടെ അബ്രഹാമിനെ ദൈവം നോക്കുന്നു. എന്തിനു വേണ്ടിയാണ്? അതെ, ഈ ജനത്തിനു വേണ്ടി മധ്യസ്ഥ അണയ്ക്കുവാൻ. വാസ്തവത്തിൽ ദൈവം തീരുമാനിച്ച ഒരു കാര്യമാണെങ്കിൽ ദൈവം നടത്തും. പക്ഷേ ദൈവം നീതിയുള്ള ന്യായാധിപനായതുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നു ആ പട്ടണത്തെ രക്ഷിക്കുവാൻ കഴിയുന്നതായ പ്രാർത്ഥന ചെയ്യുന്ന ആളുകളെ ദൈവത്തിന് ആവശ്യമുണ്ട്. അങ്ങനെ അബ്രഹാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നുവെന്ന് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. അങ്ങനെ അബ്രഹാം പ്രാർത്ഥിച്ചപ്പോൾ അബ്രഹാം ഇങ്ങനെ പറഞ്ഞു, ദൈവമേ, നിൻ്റെ ഒരു സ്വഭാവം ഞാൻ മനസ്സിലാക്കുന്നു, നിൻ്റെ ഹിതവും നിൻ്റെ പ്രകൃതവും ഞാൻ മനസ്സിലാക്കുന്നു. അതായത് നീതിമാന്മാരെ ദുഷ്ടന്മാരോടുകൂടെ ദൈവം നശിപ്പിക്കുകയില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പട്ടണത്തിൽ 50 നീതിമാന്മാരുണ്ടെങ്കിൽ നീ അതിനെ നശിപ്പിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ദൈവം പറഞ്ഞു, അതിന് യഹോവ, ഞാൻ സോദോമിൽ പട്ടണത്തിനകത്ത് 50 നീതിമാന്മാരെ കാണുന്നുവെങ്കിൽ അവരുടെ നിമിത്തം ആ സ്ഥലത്തോടൊക്കെയും ക്ഷമിക്കുമെന്ന് അരുളി ചെയ്തു. ഇത് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത നിയമമാണെന്ന് നമുക്കിവിടെ ഉറപ്പിക്കാം. ഞാൻ ഇപ്രകാരം ഒരു പുസ്തകത്തിൽ വായിക്കാനിടയായി തീർന്നു. അബ്രഹാം എസ്റ്റാബ്ലിഷ്ഡ് എ ഗ്രേറ്റ് പ്രിൻസിപ്പിൾ. ഒരു വലിയ തത്വം അവിടെ അവൻ സ്ഥാപിച്ചു. ദൈവം നീതിമാന്മാരുള്ള സ്ഥലത്തെ നശിപ്പിക്കില്ല എന്നുള്ള കാര്യം. ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, നമ്മുടെ രാജ്യം ഇങ്ങനെ നിലനിൽക്കാൻ കാരണം ഇവിടെ പ്രാർത്ഥിക്കുന്നതായ ദൈവത്തിന് നീതിമാന്മാരായ ആളുകൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. അല്ലാതെ ഇവിടെ ഭരിക്കുന്ന ഭരണാധിപന്മാരുടെ മിടുക്കോ ഈ രാഷ്ട്രത്തിൻ്റെ മറ്റേതെങ്കിലും റിസോഴ്സസോ അല്ല ഈ രാഷ്ട്രം ഇങ്ങനെ നിലനിൽക്കുവാൻ കാരണം. അത് നമ്മുടെ രാജ്യം മാത്രമല്ല, ലോകത്തിലുള്ള ഏത് രാജ്യമാണെങ്കിൽ പോലും ദൈവ മക്കൾ ഉള്ളിടത്തോളം കാലം ആ നാട് നശിക്കുകയില്ല. മറിച്ച് അവർ എപ്പോഴും ആ നാടിനു വേണ്ടി മധ്യസ്ഥ അണയ്ക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതേസമയം തന്നെ അവിടെയുള്ള നീതിമാന്മാരായ ഇങ്ങനെയുള്ള ആളുകളെ നശിപ്പിക്കുവാനോ ഉപദ്രവിക്കുവാനോ ആളുകൾ മുതിർന്നാൽ തീർച്ചയായിട്ടും ദൈവം ആ ദേശത്തോട് കണക്ക് ചോദിക്കുമെന്നുള്ളത് നമുക്ക് ഈ വാക്യങ്ങളോട് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അങ്ങനെ അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, 50 നീതിമാന്മാരുണ്ടെങ്കിൽ ആ ദേശത്തെ നശിപ്പിക്കുകയില്ല, ഞാൻ അവരോട് ക്ഷമിക്കുമെന്ന് ദൈവം പറയുകയുണ്ടായി.
27-ാമത്തെ വാക്യമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. പൊടിയും വെണ്ണീറുമായി ഞാൻ കർത്താവിനോട് സംസാരിപ്പാൻ തുനിഞ്ഞുവല്ലോ. 50 നീതിമാന്മാരിൽ പക്ഷേ 5 പേർ കുറഞ്ഞു പോയെങ്കിലോ, 5 പേർ കുറഞ്ഞതുകൊണ്ട് നീ ആ പട്ടണം മുഴുവൻ നശിപ്പിക്കുമോ എന്ന് അബ്രഹാം പറഞ്ഞതിന് 45 പേരെ ഞാൻ അവിടെ കണ്ടാൽ അതിനെ നശിപ്പിക്കില്ല എന്ന് അവൻ അരുളി ചെയ്തു. 27-ാം വാക്യമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. പൊടിയും വെണ്ണീറുമായ ഞാൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥനയുടെ ഒരു അടുത്ത ഘട്ടം എന്നവണ്ണം അബ്രഹാം തന്നെ താഴ്ത്തുന്നതായ ഒരു അനുഭവം. അതിനർത്ഥം ഒരിക്കലും അബ്രഹാം അരഗൻ്റായിട്ടല്ല സംസാരിക്കുന്നത്. ദൈവത്തോട് അഹങ്കാരത്തോടെയോ അഹംഭാവത്തോടെയോ അല്ല അബ്രഹാം സംസാരിക്കുന്നത്. തൻ്റെ പ്രാർത്ഥന വളരെ താഴ്മയുള്ളതായ പ്രാർത്ഥനയായിരുന്നു, താഴ്മയുള്ള പ്രാർത്ഥന. ഒരുപക്ഷെ ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, അത് എൻ്റെ മാത്രം ചിന്തയാകട്ടോ. ആദ്യത്തെ ആ പ്രാർത്ഥനയിൽ അബ്രഹാം ഇങ്ങനെ ചിന്തിച്ച് കാണും, ദൈവം എനിക്ക് ഞാൻ ചിന്തിക്കുന്ന പോലെ അനുകൂലമായ മറുപടി തരാത്തത് ഒരുപക്ഷെ ഞാൻ ദൈവസന്നിധിയിൽ താഴ്ത്താത്തത് കൊണ്ടായിരിക്കാം, ഒരുപക്ഷെ ഞാൻ അഹംഭാവിയായി സംസാരിക്കുന്നത് ദൈവത്തിന് തോന്നിയത് കൊണ്ടായിരിക്കാം. അതുകൊണ്ട് താൻ തന്നെ താഴ്ത്തിക്കൊണ്ട് പറയുന്നു, പൊടിയും വെണ്ണീറുമായ ഞാൻ. അതായത് ഒരു വിഷയത്തിന് വേണ്ടി തൻ്റെ വ്യക്തിത്വത്തെ ദൈവത്തിനു മുമ്പാകെ പൂർണ്ണമായും അടിയറ വയ്ക്കുവാൻ തുനിയുന്നതായ ഒരു അബ്രഹാം. ഞാൻ ഈ വചനഭാഗങ്ങളൊക്കെ നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ധ്യാനിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വന്നതായ ഒരു ചിന്ത ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. ആ ചിന്ത മറ്റൊന്നുമല്ല, ഇവിടെ അബ്രഹാമിനെ ദൈവം പ്രാർത്ഥിക്കുവാൻ പ്രേരിപ്പിച്ചുകൊണ്ട് ഒരു പ്രാർത്ഥനാ മനുഷ്യനായി അവനെ പുറത്തു കൊണ്ടുവരുവാൻ, ഒരു മാൻ ഓഫ് ഇൻട്രസെഷൻ എന്ന നിലയിൽ അവനെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. കാരണം ദൈവത്തിന് എപ്പോഴും അങ്ങനെയുള്ള ആളുകളെ വളരെ ആവശ്യമാണ്. അതേ നമുക്ക് എസ്തറിൻ്റെ പുസ്തകത്തിൽ കാണാൻ കഴിയുന്നില്ലേ, എസ്തർ അതേ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നുള്ളായിരുന്നു. അതുകൊണ്ട് ഏതൊരു കാലഘട്ടത്തിലും ദൈവം അങ്ങനെയുള്ള ആളുകളെ എഴുന്നേൽപ്പിക്കാറുണ്ട്. അബ്രഹാമിനെ ദൈവം അങ്ങനെയുള്ള ഒരു പ്രാർത്ഥനാ മനുഷ്യനാക്കിക്കൊണ്ട് അബ്രഹാം തൻ്റെ ജനത്തെ, അല്ലെങ്കിൽ താൻ പിതാവായിക്കൊണ്ട് ഉണ്ടാകാൻ പോകുന്നതായ ആ വലിയ രാജ്യത്തിൻ്റെ അതേ വളരെ അനുകമ്പയുള്ള ഒരു രാഷ്ട്രപിതാവായി അബ്രഹാമിനെ വാർത്തെടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ അബ്രഹാമിന് അങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നോക്കൂ, ഈ ഒരു വാക്യം വായിക്കുമ്പോൾ മറ്റു ചില വാക്യങ്ങൾ നമുക്ക് ഈ അബ്രഹാമിനെ കുറിച്ചുള്ള ചില പ്രധാനപ്പെട്ട ചിന്തകളിലേക്ക് കടന്നു പോകാൻ കഴിയും. ആ വാക്യങ്ങളിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ നമുക്കറിയാം, അബ്രഹാം സൊദോം ഗോമറയ്ക്ക് വേണ്ടി ദൈവത്തിനും സൊദോം ഗോമറയ്ക്കും ഇടയിൽ ഒരു മധ്യസ്ഥൻ്റെ റോളാണ് അബ്രഹാം വഹിക്കുന്നത്. ഇത് ദൈവത്താൽ നിയോഗിതമായ ഒരു ശുശ്രൂഷയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് സംബന്ധിച്ചൊരു വാക്യമാണ് ഞാൻ വായിക്കുന്നത്. റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 29-ാമത്തെ വാക്യം. അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതൻ ആകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. മുൻ നിയമിച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. ഇവിടെ മുന്നറിഞ്ഞവർ എന്ന് പറയുമ്പോൾ അതേ നിത്യതയിൽ തന്നെ ദൈവം നമ്മെ എല്ലാവരെയും, നമ്മളൊക്കെ ജനിക്കുന്നതിന് എത്രയോ കാലങ്ങൾ മുമ്പ്, അതേ ലോകത്തിൻ്റെ സ്ഥാപനത്തിന് മുമ്പ്, അതേ ആദമും ഹവ്വയൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ദൈവം നമ്മെ മുന്നറിഞ്ഞു എന്നാണ് നമുക്ക് വായിക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ മുന്നറിഞ്ഞവരെ ആ മുന്നറിഞ്ഞപ്പോൾ തന്നെ ദൈവം അവരെ നിയമിച്ചു. ദൈവം അവരെ മുൻ നിയമിച്ചു. എന്തിനു വേണ്ടി? അവൻ്റെ പുത്രൻ്റെ സാദൃശ്യത്തോട് അനുരൂപരാകുവാൻ അതേ അവരെ മുൻ നിയമിച്ചു. അങ്ങനെയാണെങ്കിൽ അബ്രഹാമിനെ ദൈവം മുൻ നിയമിച്ചു എന്ന് ഇവിടെ പറയുമ്പോൾ അതേ അബ്രഹാം എന്തിനോടാണ് സാദൃശ്യമാകേണ്ടത്? അതേ തൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് അബ്രഹാം സാദൃശ്യനായി തീരണം. എന്താണ് പുത്രൻ്റെ സ്വരൂപം? പുത്രൻ്റെ സ്വരൂപം എന്ന് പറയുന്നത് അതേ മനുഷ്യരുടെയും ദൈവത്തിൻ്റെ ഇടയിൽ മനുഷ്യർക്ക് വേണ്ടി മധ്യസ്ഥ അണയ്ക്കുന്ന ഏക മധ്യസ്ഥനെ പോലെ തന്നെ അബ്രഹാമുമായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നമ്മളും അങ്ങനെ ആകണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതേ പുത്രൻ്റെ സ്വരൂപത്തോട് അവൻ്റെ സാദൃശ്യത്തോട് നമ്മൾ ഏകീഭവിക്കണമെങ്കിൽ പുത്രൻ ചെയ്യുന്നതായ അതേ ശുശ്രൂഷ നമ്മൾ ചെയ്യണം. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷ എന്തായിരുന്നെന്ന് നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. അവർ രാത്രികാലങ്ങളിൽ ഒലിവ് മലയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ മധ്യസ്ഥതാ ശുശ്രൂഷ തൻ പുത്രൻ എന്ന നിലയിലും ഈ ഭൂമിയിൽ തുടർന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇന്ന് യേശു എന്ത് ചെയ്യുന്നു എന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്. അവൻ ഉയരത്തിൽ പിതാവിൻ്റെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി അവൻ പക്ഷപാതം ചെയ്യുന്നു.
അതേപോലെ തന്നെ യോഹന്നാൻ അപ്പോസ്തലൻ അതേ വെളിപ്പാട് പുസ്തകത്തിൽ പത്മോസ് ദ്വീപിൽ വെച്ച് അതേ ഈ കർത്താവിനെ കുറിച്ച് അവൻ പറഞ്ഞത്, ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായവൻ. അതായത് അവൻ ഇരിക്കുന്നവനാണ്, അവൻ ഇരിക്കുന്നവനാണ്. അവൻ എവിടെ ഇരിക്കുന്നു? പിതാവിൻ്റെ വലതുഭാഗത്ത്. ആർക്ക് വേണ്ടി ഇരിക്കുന്നു? നമുക്ക് വേണ്ടി അവൻ ഇരിക്കുന്നു. എന്തിനു വേണ്ടി ഇരിക്കുന്നു? നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുവാൻ, നമുക്ക് വേണ്ടി ഇൻ്റർസെഷൻ ചെയ്യുവാൻ, അബ്രഹാമിനെ പോലെ ഇൻ്റർസെഷൻ ചെയ്യുവാൻ. അതേ, അവൻ അവിടെ ഇരിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. അതേ, അബ്രഹാം അങ്ങനെയാണെങ്കിൽ ആ പുത്രൻ്റെ സാദൃശ്യത്തോടെ ഏകീഭവിച്ചതായ ഒരു ശുശ്രൂഷ നിവർത്തിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമുക്ക് ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൽ കാണുവാൻ കഴിയുന്നത്. എബ്രായ ലേഖനം 7-ാം അധ്യായം 25-ാം വാക്യം, അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. അതുകൊണ്ട് തന്നെ ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അബ്രഹാമിനെ ഒരു മധ്യസ്ഥത ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. ഇതേ ഒരു കാര്യം ഇന്ന് നമ്മളും ചെയ്യുന്നുണ്ട്. എന്നാൽ വിശുദ്ധ വേദവസ്തം പറയുന്നു, ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ മധ്യസ്ഥനൊരുവൻ. അങ്ങനെയാണെങ്കിൽ ആ മധ്യസ്ഥനായ കർത്താവ് യേശുക്രിസ്തുവിന് മുമ്പാകെ മനുഷ്യർക്ക് വേണ്ടി, അതേ സൊദോം ഗൊമോറ പട്ടണങ്ങൾക്ക് വേണ്ടി യേശുക്രിസ്തുവിൻ്റെ മുമ്പാകെ മധ്യസ്ഥ അണയ്ക്കുന്നതായ അബ്രഹാമിനെ അവിടെ കാണുമ്പോൾ നമുക്കുള്ള അതേ വിളിയും ആ ശുശ്രൂഷയുമാണ് അബ്രഹാം ചെയ്യുന്നതെന്ന് നമ്മൾ മറന്നു പോകരുത്. അങ്ങനെയാണെങ്കിൽ ഈ വാക്യത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന ഉറപ്പെന്താ? നമ്മുടെ പ്രാർത്ഥനയും ദൈവം കേൾക്കുന്നു. അതേ, അബ്രഹാം പ്രാർത്ഥിച്ചതുപോലെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതേ 50 നീതിമാന്മാർ, 45 നീതിമാന്മാർ, 30 നീതിമാന്മാർ, അങ്ങനെ പറഞ്ഞ് ഓരോരോ സംഖ്യ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്കെല്ലാം ദൈവം മറുപടി കൊടുക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ദൈവം അനുകൂലമാണോ പ്രതികൂലമാണോ എന്ന് അനുഭവവേദ്യമായി തീരുമാറ് അബ്രഹാമിൻ്റെ പ്രാർത്ഥന അത് നമുക്കും ഒരു വലിയ പാഠമാണ്. നമുക്ക് വേണ്ടത് അതേ ഒരു പാട്ടിൽ പറയുന്നുണ്ടല്ലോ, വിൻശക്തി കാഴ്ചശബ്ദങ്ങൾ എനിക്ക് വേണം ഈ വിശ്വാസപ്പോരിൽ നിൽക്കുവാൻ. എനിക്ക് വേണ്ടത് സ്വർഗീയമായ കാഴ്ചയും ആ സ്വർഗീയമായ ശബ്ദം കേൾക്കാനുള്ള കഴിവും ദൈവമേ എനിക്ക് തരണം. അബ്രഹാമിന് അതുണ്ടായിരുന്നു. അതുകൊണ്ട് അബ്രഹാം ഹി വാസ് എ മാൻ ഓഫ് പ്രയർ എന്ന് മാത്രമല്ല, അതേ രാജ്യങ്ങളെ ചലിപ്പിക്കുന്ന ഒരു വ്യക്തിയാക്കി ദൈവം അബ്രഹാമിനെ നിർത്തിയെങ്കിൽ ഇന്ന് ഞാൻ നിങ്ങളോട് ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയട്ടെ, നിങ്ങളെ ദൈവം അപ്രകാരം ഉപയോഗിക്കും. പക്ഷേ ദൈവത്തിൻ്റെ പ്രകൃതത്തെയും ദൈവത്തിൻ്റെ ഹിതത്തെയും അറിഞ്ഞ് പ്രാർത്ഥിക്കുന്നവർക്ക് മാത്രമേ അങ്ങനെ പ്രാർത്ഥിക്കുവാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് അബ്രഹാമിനെ പോലെ ഇപ്രകാരം പ്രാർത്ഥിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസങ്ങളിൽ ഇതിൻ്റെ കൂടുതലായിട്ടുള്ള ചിന്തയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതാണ്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗപിതാവേ, ഇന്ന് ഞങ്ങളെ കൽപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം. ഞങ്ങളെ എപ്രകാരമാണ് അങ്ങ് പ്രാർത്ഥന ശുശ്രൂഷയിലേക്ക് കൊണ്ടുവരുന്നത്? അബ്രഹാമിൽ ഞങ്ങൾ എന്താണ് കാണുന്നത്? തൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് സാദൃശ്യപ്പെടുന്നതായ അതേ സ്വഭാവത്തോട് സാദൃശ്യപ്പെടുന്നതായ അബ്രഹാമിനെ ഞങ്ങൾക്ക് കാണുവാൻ കഴിയുന്നുണ്ടെങ്കിൽ ഞങ്ങൾ വായിച്ച വാക്യം പോലെ മുന്നറിഞ്ഞവരെ അവൻ മുൻ നിയമിക്കുന്നവനായ കർത്താവ്, മുൻ നിയമിച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നത് വാക്യത്തിലൂടെ ഞങ്ങൾക്ക് ബോധ്യമായി തീരുന്നു എത്രത്തോളം ഒരു വലിയ തേജസ്കണത്തിലേക്കാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നത്. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന തള്ളിക്കളയാത്ത ദൈവം ഇന്നും ജീവിക്കുന്നതിനാൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ വചനം കേട്ട ഏവരെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വചന ശുശ്രൂഷ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദയവായി ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങളെ ഞങ്ങളെ അറിയിക്കുക. ആത്മീയമായ കൂട്ടായ്മയ്ക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിന് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ആൾ.